വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ജിത്തു ആൻഡ് മീനു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. തംബ്നെയിൽ കണ്ടതുപോലെ ഞാൻ ഇതുവരെ ആരുടെടുത്തും ഷെയർ ചെയ്യാത്ത എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം ഓർമ്മയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, പറ്റുന്നത്ര ഞാൻ ഓർത്ത് പറയാം. പക്ഷെ അടിപൊളി കോമഡിയാണ്, അത്ര എൻജോയ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. എന്നാലും ഞാൻ പറയാം, ഞാൻ ഓർത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആവണത് ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡിലോട്ട് കയറാൻ പോകുമ്പോഴാണ്. എന്ന് വെച്ചാൽ 6th സ്റ്റാൻഡേർഡ് വെക്കേഷൻ, നമുക്ക് 2 മാസത്തെ വെക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ വെക്കേഷനിലാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സൈക്കിള് ചവിട്ടാൻ വേണ്ടിയിട്ട്, ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും സൈക്കിളുണ്ട്, എനിക്ക് മാത്രം സൈക്കിളില്ല. എന്നെ അങ്ങനെ പുറത്തിറക്കുന്ന ആൾക്കാരല്ല എൻ്റെ വീട്ടുകാർ, അകത്തിരുന്ന് കളിക്കുന്നതാണ്. ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോയി കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് അകത്ത് സൈക്കിളുണ്ട്, കുഞ്ഞ് സൈക്കിൾ ഉണ്ടായിരുന്നു കുഞ്ഞിൽ. പക്ഷെ ഇച്ചിരി വലുതായല്ലോ, 5, 6 ആയല്ലോ. അപ്പോൾ എനിക്ക് വലിയ ലേഡി ബേർഡ് സൈക്കിളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര അടിയായിട്ട് ഒരു ചേച്ചി വീട്ടിൽ ഫ്രീ ആയിട്ട് സൈക്കിൾ ഇരിക്കണം കണ്ട് ഞങ്ങൾ പൈസ കൊടുത്ത് സൈക്കിൾ മേടിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിളുണ്ട്. അപ്പോൾ ഞാനെന്തെങ്കിലും അവിടെ റോഡിലൊക്കെ എടുത്തിട്ട് കൂട്ടുകാരികൾക്കൊക്കെ സൈക്കിൾ ഉണ്ടായിരുന്നിട്ട് ഒരു ചുമ വന്ന് അതാസ്റ്റൊക്കെ ആയത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ സ്കൂളിൽ റോഡിലൊക്കെ എടുത്ത് വെച്ച് ചവിട്ടുമായിരുന്നു. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ക്രൈസായിരുന്നു സൈക്കിൾ ചവിട്ടണം. അങ്ങനെ വീട്ടിൽ വന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി എനിക്ക് സൈക്കിൾ മേടിച്ചു തന്ന് വീട്ടിൽ കൊണ്ടുവന്നു. രാത്രിയിൽ ഒരു വൈകുന്നേര സമയത്താണ് ആ സൈക്കിൾ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഫുള്ളിങ്ങനെ ചവിട്ടി നടന്ന സമയത്ത് എനിക്ക് രാത്രി ആയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വയറുവേദനയാണോ, ഒരു വൃത്തികെട്ട ഒരു ഫീല്, എന്തോ ഒരു വൃത്തികെട്ട വയറുവേദന എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വൃത്തികെട്ട ഫീല് വരുന്നു. ഞാൻ ആരോടും പറയാണ്ട് ഞാനുണ്ടല്ലോ മുള്ളാൻ പോയി. എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട്, എനിക്കന്ന് കുറച്ച് പേടിയാണ് കേട്ടോ. രാത്രിയിലൊക്കെ പോകാനും വരാനും പുറത്ത് പോയിട്ടാണ് കേട്ടോ നമ്മൾ മുള്ളണതൊക്കെ. 6ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പോയ സമയത്ത് എന്തോ ഒരു സാധനം ഇതിനകത്ത് ഇരുട്ടുന്നത് കാണാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വലിയ മൈൻഡാക്കിയില്ല. പിറ്റേ ദിവസം ഉണ്ടല്ലോ രാവിലെ ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് മുള്ളാൻ പോയപ്പം അമ്മേ വിളി മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ തന്നെ മമ്മി എന്നാണ് വിളിക്കണത്. മമ്മി എന്നൊരു വിളി. അമ്മ അതേ ചാടിപ്പെടുത്തോണ്ട് ഓടി നിന്ന് അമ്മീ ഞാനിപ്പോൾ ഞാൻ ചോര വരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന്. അപ്പോഴത്തേനും അമ്മയോടെ ഒരു സന്തോഷം. ഞാനിവിടെ ചാവാൻ കിടക്കുമ്പോൾ അവർ സന്തോഷിച്ചിട്ട് ഒറ്റ ഓട്ടം അച്ഛൻ്റെ അടുത്തോട്ട്. പക്ഷെ എൻ്റെ ദൈവമേ എന്തുവായത്, നമുക്ക് 6ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ, എന്തറിയാനാണ്. ഓടിയിട്ട് അമ്മ അച്ഛൻ്റെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞ്, എന്നിട്ട് അമ്മി എടുത്ത് പറഞ്ഞു കുളിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഈ പാഡ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ അല്ലാണ്ട് ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കത്ര അറിയത്തില്ല. അങ്ങനെ എനിക്ക് പാഡൊക്കെ വെച്ച് ഇത് ഇടാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പാൻറ്റീസിനകത്തൊക്കെ വെച്ചിട്ട് ഇത് ഇടാൻ പറഞ്ഞു. ഞാൻ ഇട്ടിട്ട് എന്താ മമ്മി ഞാൻ ഓരോൻ്റെ അടുത്തൊക്കെ അങ്ങ് വിളിച്ച് പറയുമോ, ഇതെനിക്ക് കണ്ടിട്ട് എനിക്കങ്ങ് സങ്കടം വരും. ദൈവമേ ഞാനിപ്പോൾ ചാവോ, എന്തുവാ കാര്യം എന്തോ ഒന്നും അറിയത്തില്ല, ഞാനിപ്പോൾ ചാവോ. അങ്ങനെ അമ്മ എടുത്ത് പറഞ്ഞു ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരും, നീ വലിയ കുട്ടിയായി. ഓഹോ വലിയ കുട്ടിയായല്ലേ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ചാടിപ്പിടിച്ചു അമ്മയുടെ ബന്ധുക്കളെല്ലാം കൂടെ, അമ്മയും അച്ഛനും കുഞ്ഞമ്മയും എല്ലാവരും കൂടെ കുറേ സാധനങ്ങളൊന്നും ആയിട്ട് വരുന്നത്. തിന്നാനുള്ള സാധനം, സ്വർണ്ണം, ഉടുപ്പ്. എൻ്റെ പൊന്നി എനിക്കങ്ങ് ആകാംക്ഷ, ഇതെന്ത് സംഭവം. ഭയങ്കര ഉടുപ്പ്, സ്വർണ്ണം, തിന്നാനുള്ള ലഡു, ജിലേബി, ഞാനൊക്കെ അറിഞ്ഞ് കയറ്റിയൊക്കെ തിന്നുമോ. എല്ലാവരും എന്നെ കാണുന്നത് ഞാനിങ്ങനെ ചിരിച്ചു. ഇതിലെല്ലാം ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞ് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നെ പുതിയ ഉടുപ്പൊക്കെ മേടിച്ച് കാത്തിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് കറക്റ്റ് ഡേറ്റ് ആവുമെന്ന് വെച്ചാൽ മെയ് 30 കേട്ടോ. 31 കഴിഞ്ഞ് 1-ാം തീയതി സ്കൂളിൽ പോകണം. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടൊരു
ഒരു വീക്കാണെങ്കിൽ എന്തുവാണോ എൻ്റെ പൊന്നെ, 10 വിരൽ 10 മോതിരം, വള, മാല, ചെയിന്, കൊലുസ്, എന്തൊക്കെയായിരുന്നു, സ്വർണം, അതേപോലെ ഡ്രസ്സുകൾ, ഇഷ്ടം പോലെ ഡ്രസ്സുകൾ, പിന്നെ പലഹാരങ്ങളൊന്നും പറയാൻ വയ്യ. ഞാനും അനിയനോട് തിരുന്നങ്ങ് തകർത്ത് തിന്നും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച മുട്ട ഉണ്ടല്ലോ, മുട്ടയ്ക്കകത്ത് കുറേ നല്ലെണ്ണ വാരി ഒഴിച്ചിട്ട് കുടിപ്പിക്കാൻ നോക്കുന്നത്, കുറേ കഷായം കൊണ്ടുവരുന്നു, ഇതൊക്കെ കുടിപ്പിക്കുന്നു. ഉയ്യോ, എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയെന്ന് വെച്ചാൽ ഈ പച്ച മുട്ടയ്ക്കകത്തുണ്ടല്ലോ നല്ലെണ്ണയിലൂടെ കോരി ഒഴിച്ചിട്ട് വായിക്കത്ത് വെച്ചിരും. എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ കഷായങ്ങൾ, ദശമൂലാരിഷ്ടം, അശോകാരിഷ്ടം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് അന്ന് എൻ്റെ വായിൽ ഒഴിച്ചു വന്ന് ഞാൻ വാഷ് ബേസിനെ കൊണ്ട് അപ്പോഴേ തുപ്പും. അന്ന് തൊട്ട് ഇന്ന് വരെ ആ സാധനം ഞാൻ പിന്നെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരുമെങ്കിൽ അമ്മയാണ് കുടിക്കുന്നത്, ഞാൻ കുടിക്കത്തില്ല. എനിക്കിനി എത്ര വലുവേനെടുത്ത് ഞാൻ ചത്തെന്ന് പറഞ്ഞാലും ഞാൻ കുടിക്കത്തില്ല. അങ്ങനെ ആ ഒരു മന്ത് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡ്രസ്സ്, പലഹാരം, സംഭവം. നമ്മളെന്താ വിചാരിച്ചേ, അടുത്ത മാസം ഇത് വരും എന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം ഇതേപോലെ കുളിച്ച് ഞാൻ രാവിലെ വന്ന് ഒരുങ്ങി ഇങ്ങനെ ഇരിക്കും, ഇപ്പം വരും എല്ലാവരും, ഇപ്പം വരും, എല്ലാം കൊണ്ട് ഇപ്പം വരുമെന്നും പറഞ്ഞിട്ട്. ഞാൻ നോക്കിയപ്പം അമ്മ എന്നോട് ചോദിച്ചു എന്തോ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ അല്ല മറ്റേ സാധനം ഒന്നും വരുത്തിൻ്റെ. അപ്പം മമ്മി പറഞ്ഞു അത് 1 മാസം, അത് ആദ്യമായിട്ട് വരുന്നത്, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 7, 8, 9 ദിവസം 8-9 ദിവസം കഴിയുമ്പോൾ സ്കൂളിൽ പോയപ്പോൾ ഒരുമാതിരി എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഒരുമാതിരി നോട്ടം, എല്ലാവരും അറിഞ്ഞ്. ടീച്ചറാണ്, ഈ ടീച്ചറിനെ വിളിച്ച് മമ്മി പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരും അറിഞ്ഞു. പക്ഷെ എനിക്ക് ചെറിയ നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞായിരുന്നു. എന്നിട്ട് എല്ലാവരും അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ 7th സ്റ്റാർട്ടായതല്ലേ ഉള്ളൂ, അപ്പം 1-2 പേർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഇന്നെ കഴിക്കാനൊക്കെ തരും, അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്, അല്ലാണ്ട് ബാക്കിയെല്ലാം ഓക്കെ, ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ഒരു മന്ത് അടിപൊളിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള മന്തുകൾ ആലോചിക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഹൊറിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിബിൾ. എൻ്റെ സ്റ്റോറി ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സായി. പക്ഷേ എനിക്കൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ പീരീഡ്സ് ആവുക. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ പീരീഡ്സ് ആവുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ അങ്ങനെ പീരീഡ്സ് ആവുക, അല്ല പുറത്ത് എവിടെയെങ്കിലും വെച്ച് അങ്ങനെ പീരീഡ്സ് ആവുന്ന അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഈ പീരീഡ്സ് കറക്റ്റ് എനിക്ക് 28 സൈക്കിളാണ്, 28, 29 അത്രയും സൈക്കിളേ ഉള്ളൂ. അപ്പം എന്താ എൻ്റെ പീരീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഛർദിൽ, ലൂസ് മോഷൻ എന്ന് വെച്ചാൽ വായിൽ നിന്ന് ഇങ്ങനെ പോയി ഒന്ന് നിൽക്കുമ്പോൾ ലൂസ് മോഷൻ തുടങ്ങും, ലൂസ് മോഷൻ നിൽക്കുമ്പം ഛർദിൽ തുടങ്ങും, അങ്ങനെ ബെഡ് റെസ്റ്റ്. എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം ഫുൾ ഇങ്ങനെ കിടക്കുക മാത്രമേ. ഇതിപ്പോഴും അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഈ ഡെലിവറി കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, ഡെലിവറിക്ക് മുമ്പ് വരെ കിടപ്പാൽ അന്നത്തെ ദിവസം തിന്നുകയില്ല, കുടിക്കുകയില്ല, ഒന്നുമില്ല, ഉറക്കം തന്നെ ഉറക്കം. ആ ഒരൊറ്റ ഇതിങ്ങനെ നേരിട്ട് നിവർന്നടങ്ങ് കിടക്കുക. പിന്നെ ഇപ്പം എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അത്ര വലിയ അന്നത്തെ കണക്ക് അത്ര കഷ്ടപ്പാട് അല്ലെങ്കിൽ വൊമിറ്റിങ്, ലൂസ് മോഷൻ അതൊന്നുമില്ല. ഡെലിവറിക്ക് മുമ്പ് വരെ അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. വലിയ കഷ്ടപ്പാട് പിടിച്ചൊരു പരിപാടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു. മുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത്തെ ഏകദേശം ഒരു 10 വർഷമൊക്കെ ആവുന്നില്ലേ, 10-11 വർഷം ആവുന്നുണ്ട് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോഴും പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് ഇപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, സെറ്റായിരുന്നു, വൈബായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മാത്രം ഞാൻ ആ സൈക്കിൾ കണ്ടിട്ടുള്ളൂ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സൈക്കിൾ പിന്നെ കണ്ടിട്ടില്ല. എന്തിയെന്നോ എന്തോ അന്ന് ആ ഒരു രാത്രി ഓടിപ്പീര് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം ആ സൈക്കിളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് സൈക്കിൾ ചവിട്ടിയിട്ടാണ് എനിക്ക് പീരീഡ്സ് ആയത്. അങ്ങനെ ഇതാണ് എൻ്റെ പീരീഡ്സ് സ്റ്റോറി. അടിപൊളിയായിരുന്നു, രസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്നെപ്പോലെ പിറ്റേ മാസം ഇതേപോലെയുള്ള സാധനങ്ങൾക്കും വേണ്ടി കാത്തിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് അറിയിക്കട്ടെ. എന്നെപ്പോലെ ഏതെങ്കിലും മന്ദബുദ്ധിയായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു, ഞാനും മന്ദബുദ്ധി എന്ന് വിളിച്ചാലും ഞാൻ എന്നെ തന്നെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റാ.